കേരളം ഇപ്പോൾ ലഹരിയുടെ പിടിയിലാണ്. എന്നും കൊലപാതകങ്ങൾ, പത്രമെടുക്കാൻ കഴിയുന്നില്ല. നിരന്തരം ഈ പ്രശ്നങ്ങൾ, പീഡനവും കൊലപാതകങ്ങളും, അതിനെതിരെ ഇതിൻ്റെ എല്ലാം കേസുകൾക്ക് പിന്നിൽ നാം സഞ്ചരിക്കുമ്പോൾ അവിടെയെല്ലാം ലഹരിയാണ്. അപ്പോൾ ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ശക്തമായി തന്നെ അവർ രംഗത്തിറങ്ങുകയാണ്. പക്ഷെ അവർ ഒരു പേര് മറന്നുപോയി, ബിനീഷ് കൊടിയേരി. കാരണം ഈ ബിനീഷ് കൊടിയേരിയെ കർണാടക പോലീസ് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപാടുണ്ടെന്ന് പറഞ്ഞ് അകത്തിട്ടിരുന്നത് എന്താ ഡിവൈഎഫ്ഐ മറന്നിട്ടുണ്ടോ ഇപ്പോൾ? അതൊക്കെ സൗകര്യം പോലെ മറക്കും അവർ. ഈ ബിനീഷ് കോടിയേരിക്ക് ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അറസ്റ്റും അതിനോടനുബന്ധിച്ച് ഏതാണ്ട് 1 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്തു. കാരണമായത് എന്താണെന്ന് വെച്ചാൽ 2020 അങ്ങനെ സ്വന്തം വീട് നന്നാക്കാൻ കഴിയാത്ത ഡിവൈഎഫ്ഐക്കാരാണ് അല്ലേ? അതെ, പാർട്ടി സെക്രട്ടറി, മുൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ കൊടിയേരിയുടെ മോനെ പോലും കൃത്യമായി ഒരു നല്ലൊരു വഴിക്ക് നടത്താൻ കഴിയാത്ത ഡിവൈഎഫ്ഐക്കാരാണ് കേരളത്തെ അങ്ങ് ശരിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തെ മാത്രമല്ല, അവർ ഇന്ത്യയെ മൊത്തത്തിൽ ശരിയാക്കും. ഇനി ആമസോൺ കാർഡിൽ പോയി, അതെ, ആമസോൺ കാർഡിന് തീ പിടിക്കുമ്പോൾ ഇവിടെ വെള്ളമൊഴിക്കുന്ന കൂട്ടരാണ് ഡിവൈഎഫ്ഐ. എന്തായാലും ഇരിക്കട്ടെ, നമുക്ക് ആ പഴയ സംഭവത്തിലേക്ക് വരാം. 2020 അനൂപ് മുഹമ്മദ് എന്നൊരാൾ, മലപ്പുറം സ്വദേശിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, അറസ്റ്റിലാകുന്നത്. മയക്കുമരുന്നുമായിട്ടാണ് പിടിയിലായത്. തുടർന്ന് ആ കേസ് ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്ക് പോയി അവരത് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇയാൾക്ക് മയക്കുമരുന്ന് വാങ്ങാൻ പണം ആര് കൊടുത്തു എന്നുള്ള അന്വേഷണമാണ് ഈ ബിനീഷ് കോടിയേരിയിലേക്ക് എത്തിയത്. ബിനീഷ് കോടിയേരി വലിയൊരു തുക ഇയാൾക്ക് കടം കൊടുത്തു. ആ കടം കൊടുത്തത് ഉപയോഗിച്ചാണ് ഇയാൾ മയക്കുമരുന്ന് വാങ്ങിയത് എന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നത്, ED പറയുന്നത്. അതിനെ സംബന്ധിച്ച് ED അന്വേഷണം ഉണ്ടായി. അപ്പോൾ ED ഈ നമ്മുടെ ബിനീഷ് കോടിയേരിയോട് ഈ പണത്തിൻ്റെ സ്രോതസ്സ് വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് ആ സ്രോതസ്സ് കൃത്യമായിട്ട് വെളിപ്പെടുത്താൻ സാധിച്ചില്ല. അതിനെ തുടർന്നാണ് അറസ്റ്റും. 2020 ഒക്ടോബർ 29 ബിനീഷ് അറസ്റ്റിലാകുന്നത്. തുടർന്ന് 1 വർഷത്തോളം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അവസാനം കർണാടക ഹൈക്കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ED സുപ്രീം കോടതിയിലൊക്കെ പോയതും കുറച്ച് നാളല്ല, അങ്ങ് ഒരു വർഷത്തോളം, 1 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ജയിലിൽ കിടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അപ്പോൾ അത്രത്തോളം തെളിവുകളുണ്ടല്ലോ. തീർച്ചയായിട്ടും അന്നത് മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി, വലിയ വിഷയമായി. അന്ന് മാധ്യമപ്രവർത്തകർ കോടിയേരി ബാലകൃഷ്ണനോട്, അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള സമയമാണ്, അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചു എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എന്ന ഒരിടക്കാലത്തേക്ക് ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തെന്ന് പോലും അദ്ദേഹം മാറി നിന്നിട്ട് പറഞ്ഞു, മകൻ അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അയാളുടെ ജോലിയാണ്, ഞാൻ ഈ കാര്യത്തിൽ ഇടപെടില്ല. അദ്ദേഹം അങ്ങനൊരു നല്ല സ്റ്റാൻഡ് എടുത്തു, നല്ലൊരു നിലപാടെടുത്തു. കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് അതാണല്ലോ. അദ്ദേഹം അങ്ങനൊരു നിലപാടെടുക്കുകയും അത് നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് നിയമപരമായിട്ട് അതിന് പരിസമാപ്തി ഉണ്ടാകട്ടെ, ഞാനതിൽ ഇടപെടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ബിനീഷ് കോടിയേരി നിയമത്തിൻ്റെ മാർഗത്തിൽ കൂടെ തന്നെ പോയി നീണ്ടകാലം ജയിലിൽ വിചാരണ തടവുകാരനെ പോലെ കഴിഞ്ഞു. ഇത് കാരണം ഈ ഒരു കേസ് വളരെ സ്ട്രോങ് ആണ്. ഒന്ന്, ഈ പറയുന്നത് പോലെ ഈ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ എല്ലാ പ്രചരണത്തിനും മുന്നിൽ നിന്ന് നയിക്കാൻ ബിനീഷ് കോടിയേരിയെ നിർത്തണം അല്ലേ? അതെ, അതാണ് അദ്ദേഹമാണ് ഇതിൽ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയായി തോന്നുന്നത്. അതെ, അദ്ദേഹത്തിന് ഈ അനൂപ് മുഹമ്മദിന് പണം കടം കൊടുത്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ ഈ പണത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. തുടർന്നാണ് അറസ്റ്റ് കൊടുത്തപ്പോഴും ഇത് ലഹരിക്കടത്തിലാണല്ലോ. അതെ, ഇത് ലഹരിക്കടത്താണ്. അനൂപ് മുഹമ്മദിന് അങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ബിനീഷ് കോടിയേരി പറഞ്ഞത്. മാധ്യമങ്ങളോടും ഒക്കെ അത് പങ്കുവച്ചു. പക്ഷേ ഈ അനൂപ് മുഹമ്മദ് വളരെ കൃത്യമായിട്ട്, അനൂപ് മുഹമ്മദിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും അറിയില്ല അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ ബാംഗ്ലൂരാണ്, അവിടെ ചെറിയ ബിസിനസ് നടത്തുകയാണെന്നൊക്കെയുള്ള, പഠിക്കാൻ പോയിരിക്കുകയാണ്, അവിടെ ബിസിനസ് നടത്തുകയാണ്, അങ്ങനെയൊക്കെയുള്ള അറിവ് മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇയാൾ വളരെ കൃത്യമായിട്ട് ഈ രാസലഹരി, ഇത് ചെറിയ ഇതല്ല, ഗുരുതരമായ കുറ്റമാണ്, രാസലഹരി ഉൾപ്പെടെയുള്ളവ കേരളത്തിലേക്ക് കടത്തി എന്നുള്ളതാണ് ഈ അന്നത്തെ ചാർജ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ബിനീഷ് കോടിയേരിക്ക് ഇയാളുമായിട്ട് ബന്ധമുണ്ടെന്നും ഇയാൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ടെന്നുമുള്ള വിവരം പുറത്തു വരുന്നു. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റിൽ കലാശിച്ചത്. ഇപ്പോൾ അദ്ദേഹം 4 വർഷത്തിലധികമായിട്ട് ജാമ്യത്തിലാണ്. അദ്ദേഹം ജാമ്യത്തിലിറങ്ങി. അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ED സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി അത് അനുവദിച്ചില്ല. ജാമ്യത്തിൽ തുടരട്ടെ, കേസ് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും ആ കേസിന്റെ വിചാരണയും കാര്യങ്ങളും ഒക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കർണാടക, എന്തായാലും ഒരു നമ്മുടെ CPM-ഉം DYFI പകുതി
അവർ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ കേരള സമൂഹത്തിലെ ഒരു 50% പ്രശ്നവും മാറിയിട്ടുമായിരുന്നു. കാരണം ഈ ലഹരിക്കടത്ത് മാത്രമല്ല, നമ്മുടെ കേരള സമൂഹത്തെ വലിയ രീതിയിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ സ്വർണ്ണക്കടത്ത്. ഈ കണ്ണൂർ മേഖലയും ഈ പ്രത്യേകിച്ച് മലബാർ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ ആരെല്ലാം CPM-ന്റെ പേര് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രീജിത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം സ്വർണ്ണക്കടത്ത് കരിപ്പൂരിൽ കൊണ്ടുവന്ന് സ്വർണം ഇറക്കി അത് പുറത്തെത്തിച്ചാൽ ആ സ്വർണം തട്ടിയെടുക്കാൻ CPM-ന്റെ തന്നെ പല ആൾക്കാരും അവരുടെ കൊട്ടേഷൻ ടീം രംഗത്തുണ്ട് എന്നുള്ള വാർത്ത അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഈ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന ആകാശ് ഇല്ലങ്കേരിയും അല്ലെ അർജുനായെങ്കിൽ അടക്കമുള്ള പ്രമുഖരാണ്. ഒരു വലിയ വിഭാഗം, വലിയൊരു കൊട്ടേഷൻ ടീം തന്നെ അതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത്. സ്വർണം പൊട്ടിക്കൽ എന്ന വാക്ക് പോലും മലയാളി പഠിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ സ്വർണം, നമ്മൾ സ്വർണ്ണ കടത്തുണ്ട്, സ്വർണ്ണ ആഭരണമുണ്ട്, സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട്, ഈ വാക്കുകളൊക്കെ മലയാളിക്ക് പരിചിതമാണ്. പക്ഷേ ഈ സ്വർണം പൊട്ടിക്കൽ, നമ്മളെ ഈ കള്ളന്മാർ വന്ന് സ്ത്രീകൾ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന സ്വർണ്ണമാലയും മറ്റും പൊട്ടിച്ചെടുക്കാറുണ്ട്. അതിന് പോലും നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ടെക്നിക്കൽ, ഒരു സാങ്കേതിക പദം തന്നെ ഉണ്ടായി, സ്വർണം പൊട്ടിക്കൽ. ഈ കടത്തിക്കൊണ്ടുവരുന്ന പക്ഷേ ഇതിനെതിരെയെല്ലാം വന്ന് തോമസ്, അവിടെ ഒരു ഡിവൈഎഫ്ഐ യുവ നേതാവ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി ഒതുക്കിയ. അതെ, കണ്ണൂരുള്ള ഒരു നേതാവ് അതിനെതിരെ രംഗത്ത് വന്നതാണ്. പക്ഷേ അതെല്ലാം ഇപ്പോൾ അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ്. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. CPM-നെ സംബന്ധിച്ച് CPM-ന്റെ യുവജന സംഘടനയാണ്, യുവജന വിഭാഗമാണ് DYFI. മുഹമ്മദ് റിയാസ് അതിൻ്റെ തലപ്പത്തിരുന്ന അവസരത്തിൽ, അഖിലേന്ത്യാ ചുമതലയുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നു. 5 ലക്ഷത്തിലധികം യുവാക്കൾ ഉള്ള സംഘടനയാണ്, 5 അല്ല എത്രയോ കോടി യുവാക്കളുള്ള സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊണ്ടിരുന്നു. ഇപ്പോൾ അവർക്ക് ആ അഭിമാനം കൊള്ളുന്ന DYFIക്ക് കേരളത്തിലെ ഈ മയക്കുമരുന്ന് സ്വന്തം പ്രവർത്തകരെ പോലും ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്. കാരണം ഈ പ്രവർത്തകരിൽ പലരും ഇതിനൊക്കെ, ഈ ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കുന്നവരോ ഇത് ഉപയോഗിക്കുന്നവരോ ഒക്കെയാണ്. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് കേരളത്തിലെ ഈ മയക്കുമരുന്ന് ലോബിയുടെ സ്വാധീനവും ശക്തിയും. നാം ഈ പാർട്ടിയിലെ യുവാക്കളെ കുറിച്ച് മാത്രമാണ് ചിന്ത. അതിലെ മുതിർന്ന മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഇത്തരം അന്വേഷണങ്ങൾ നടന്നിരിക്കുന്നു. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, ആശാനെ ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യന്മാർക്ക് 51 പിഴയ്ക്കും എന്നാണ് ചൊല്ല്. ഇവിടെ അത് സംഭവിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന, പക്ഷെ ഇത് സാധാരണക്കാരായ സമൂഹത്തെയാണല്ലോ വലിയ രീതിയിൽ ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ തുടർച്ചയായി തന്നെ കൊലപാതകങ്ങളാണ്. ഇന്ന് നാം സംസാരിക്കുമ്പോൾ തന്നെ പത്തനംതിട്ടയിൽ ഒരു യുവാവ് 2 പേരെ വെട്ടിക്കൊന്ന് കഴിഞ്ഞു. ഓരോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വരുന്ന ലഹരിയുടെ 70%, ഏറ്റവും പുതിയ കണക്ക് നമ്മുടെ എക്സൈസ് പുറത്തുവിട്ടത് ഇപ്പം ചർച്ചയായിരിക്കുകയാണ്, 70% ഉപയോഗിക്കുന്നത് 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നാണ്. നാം ഇതിനിടയ്ക്ക് ഒരാളെ മറന്നുപോയി, നമ്മുടെ കായംകുളം MLA മകനെ പിടിച്ച ഉദ്യോഗസ്ഥൻ പ്രതിയായിട്ടുണ്ട്. പ്രതിയായിരിക്കാം. അത് അവിടെ ഒരു മാതൃക. എന്താണ് DYFI തിരിച്ചറിയാത്തത്? അത് DYFI കണ്ടുപഠിക്കണം വിഷ്ണുപുരം ചന്ദ്രശേഖരനെ. അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനൊരു കേസിൽ പെട്ടപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പോലീസിന്റെ എനിക്ക് അതിലൊരു നിലപാടുണ്ട്. ഇത് കേരളത്തിൽ തിരുത്താൻ കഴിയുന്നെങ്കിൽ ഒരു സംഘടന അത് DYFI മാത്രമായിരിക്കും. അവരെ കൊണ്ടേ ഇത് നടക്കുകയുള്ളൂ. കാരണം അവർക്ക് അത്രയ്ക്ക് വലിയ സ്വാധീനമുണ്ട്, അവർക്ക് അത്ര എണ്ണമുണ്ട്, ഭരണം അവരുടെ കയ്യിലിരിക്കുന്നു, ഒരുപാട് പ്ലസ് പോയിന്റുകളുണ്ട് അവർക്കിത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്ക് സാധിക്കും? അപ്പോൾ കൃത്യമായിട്ടും DYFI അവരുടെ അണികളിലൂടെ കേരളത്തിലെ ഈ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് കടക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ബിനീഷ് കോടിയേരിയുടെ കേസ് അവിടെ നിൽക്കുന്നുണ്ട്. അത് DYFIക്ക് വലിയ നാണക്കേടാണ്. ഇപ്പോഴും അവർ ആ കാര്യത്തിൽ ഒന്നും മിണ്ടുന്നില്ല. അന്ന് DYFI ഈ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്ന സമയത്ത് യാതൊരു വിധത്തിലും അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അനൂപ് മുഹമ്മദ് ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. അയാൾക്ക് ജാമ്യം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരിടത്തും ചർച്ചയാകുന്നില്ല. പക്ഷേ ബിനീഷ് കോടിയേരി ജാമ്യത്തിൽ കഴിയുകയാണ്. DYFI ഇനി ചെയ്യേണ്ടത്, ഈ സമൂഹത്തിൽ ഇങ്ങനെ നിരന്തരം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രത വേണ്ടേ? തീർച്ചയായിട്ടും ആ ജാഗ്രത ഇതുപോലെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അവർക്കതിന് ഉത്തരവാദിത്വമുണ്ട്. അവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഇത്തരം കുഴപ്പങ്ങൾക്ക് തടയിടുകയും വേണം. അത് വളരെ വ്യാപകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ അവർക്ക് നിരന്തരം നിർഭയം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് DYFI പോലൊരു സംഘടനയ്ക്ക്. അവരത് ചെയ്യുന്നില്ല, അതിന് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ്. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ DYFI അടക്കമുള്ള എല്ലാ യുവജന സംഘടനകളും, നമ്മൾ DYFI മാത്രം
പിന്നെ പഴിചാരുക അല്ലെങ്കിൽ അവരെ മാത്രം ലക്ഷ്യം വെക്കുകയല്ല. യൂത്ത് കോൺഗ്രസിനും യുവമോർച്ചയ്ക്കും ഒക്കെ ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കും, യൂത്ത് ലീഗിനും ഒക്കെ ചെയ്യാൻ സാധിക്കും. അവർ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഒത്തൊരുമിച്ച് ഈ മഹാവിപത്തിനെതിരെ ഇടപെടേണ്ടതാണ്. അതിനകത്ത് അവരുടെ കൂട്ടത്തിൽ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ നിരന്തരമായ പോരാട്ടം, രാപകൽ ഭേദമന്യുള്ള പോരാട്ടം നടത്തണം. അത് പ്രായഭേദമന്യേ എല്ലാ ജനങ്ങളിലേക്കും എത്തണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ, വരും തലമുറയൊക്കെ രക്ഷിക്കാൻ അങ്ങനെ സാധിക്കുകയുള്ളൂ. അതിന് DYFI പോലൊരു സംഘടന മുൻകൈ എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.